ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ മീൻകറിയിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നതേ ഇല്ല, പക്ഷെ നല്ല കുറുകിയ ചാറോടുകൂടി വളരെ രുചികരമായിട്ടുള്ളൊരു മീൻകറിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന മീൻ അയല മീനാണ്. അപ്പോൾ നമുക്കിന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീൻ. അപ്പോൾ നമുക്കിനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായിട്ട് വേണം കേട്ടോ നമ്മളിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാനായിട്ട്. കടുക് ഫുള്ള് പൊട്ടി തീർന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇല്ലെങ്കിൽ കൊച്ചുള്ളി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ കടുക് ഇട്ട് പൊട്ടിച്ചില്ലേ, ആ സമയത്ത് ഉലുവ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാനിവിടെ ഉലുവ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ഉലുവ പച്ചയ്ക്ക് പൊട്ടിക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ സവാള ചെറുതായിട്ട് ഒന്ന് വഴന്നു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇവ ചെറിയ പീസാക്കിയത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാനിവിടെ രണ്ട് തക്കാളിയാണ് അത് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ വീണ്ടും നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണിത്. സാധാരണ നമ്മൾ തേങ്ങ അരയ്ക്കാത്ത കറി വയ്ക്കുമ്പോൾ ഗ്രേവി ഇച്ചിരി കുറവായിരിക്കും അല്ലേ? അപ്പോൾ തേങ്ങ ചേർക്കാതെ തന്നെ വളരെ നല്ല ഗ്രേവിയോട് കൂടി വളരെ രുചികരമായിട്ടുള്ളൊരു മീൻ കറിയാണെന്ന് തയ്യാറാക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് ഇവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നല്ല രീതിയിൽ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരുവിധം പൊടിയൊക്കെ മൂത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ പച്ചമുളക് ഇവയൊക്കെ ചേർത്ത് നമുക്ക് അതുപോലെ തന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് പുളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഗ്യാസിൽ മീൻകറി തയ്യാറാക്കുന്നതിലും അടുപ്പിനകത്ത് മീൻകറി തയ്യാറാക്കുമ്പോൾ രുചിക്ക് നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടുപ്പിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി കുറച്ച് മീനുണ്ട്, നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ഗ്രേവിയിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഗ്രേവി ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്നിവിടെ മീൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി എല്ലാ പൊടികളും നമ്മളിതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്തേക്ക് പൊടികളിനി ആഡ് ചെയ്ത് കൊടുക്കണ്ട. മീനിൽ ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. തക്കാളിയുടെയും സവാളയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ ഒരു മീൻ പൊരിച്ചതിനുണ്ടാവും. ഈ രീതിയിൽ നിങ്ങൾ മീൻ പൊരിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ രുചികരമായിരിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിരുന്നു. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ വീണ്ടും ഉപ്പ് 4 വശവും പറ്റുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മീൻ പൊരിക്കുന്നതിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു തവ വച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് പൊരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ തവയിൽ ഒരു 4 വശത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം.
ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് മീൻ വറുക്കാറില്ല. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മീൻ വറുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ മീൻ വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സാധാ നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ഇതിനകത്തേക്ക് മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ തീയിൽ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ ബാക്കി വന്ന ആ ഒരു അരപ്പ് കൂടി ഞാൻ ഇതിനകത്തേക്ക് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മീനിൻ്റെ ഒരു വശം വേവുന്നത് വരെ ആ ഒരു തവ നമ്മൾ ഇതുപോലെ ചരിച്ച് കൊടുക്കുകയാണെങ്കിൽ മീൻ നല്ല രീതിയിൽ വെളിച്ചെണ്ണ കിടന്ന് തന്നെ വെന്ത് വരുന്നതാണ്. വെളിച്ചെണ്ണ വളരെ കുറച്ച് പൊരിച്ചെടുക്കുന്നതിന് നല്ലൊരു മാർഗ്ഗം കൂടിയാണിത്. ഇനി നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതുപോലെ തവ ചരിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ അതിലെത്തിച്ച് നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാൻ മീൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു 3-4 വട്ടം നമുക്ക് മീൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. തീ വളരെയധികം കുറച്ച് കൊടുത്താൽ മതിയാകും. ഈ സമയത്ത് നമുക്ക് മീൻ വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ മീൻ ഒരുവിധം ചാറൊക്കെ കുറുകി വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇപ്പം കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് മീനൊക്കെ ചാറൊക്കെ കുറുകി നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് തീ അണയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പറ്റിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടി ഒന്ന് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടച്ചു വെച്ചതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള മീൻ വറുത്തതാണ്. അതുപോലെ തന്നെ മീനും നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ രുചികരമായിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ തേങ്ങ ചേർക്കാത്ത നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ല അടിപൊളി മീൻ കറിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മീൻ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒന്ന് വറ്റും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.